ഹലോ. സോഫിസ്റ്റ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർക്ക് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അറിയാത്തവർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചില മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അവർക്ക് ഇപ്പൊ പറയുന്ന വിഷയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും വളരെ കട്ടിയായിട്ടുള്ള ജാർഗൺസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് തോന്നും അയാൾക്ക് ഇതിൽ ഭയങ്കര വിവരമാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണ് നമുക്ക് തോന്നും. അങ്ങനെ സംസാരിക്കുന്നവരെ സോഫിസ്റ്റുകൾ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാനൊരു സോഫിസ്റ്റ് ആവുന്നതാവാം. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ CM ഇതുപോലെ ഒരു സോഫിസ്റ്റ് ആണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അങ്ങനെ തോന്നാൻ വേണ്ടി 2-3 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ നടക്കുന്ന ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു സംഭവമാണ് കേരളത്തെ നിയോ കേരളമാക്കുന്നത്. നിയോ എന്നുള്ള വാക്കിന് ലിറ്ററലി അർത്ഥം ന്യൂ എന്നാണെങ്കിലും ഒരു സോഷ്യൽ സയൻസ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിയോ എന്നുള്ള വാക്കിന് ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ. ഇപ്പൊ നിയോ ലിബറലിസം, നിയോ കൊളോണിയലിസം എന്നൊക്കെ പറയുന്ന പോലെ ക്രിട്ടിക്കലായിട്ട് ആൾക്കാർ കാണുന്ന സംഗതികൾക്കാണ് നിയോ എന്നുള്ള ഒരു പ്രിഫിക്സ് കൊടുത്ത് കണ്ടിട്ടുള്ളത്. ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് തന്നെ വി സതീശൻ പറഞ്ഞ ഒരു എക്കണോമിക് ഒരു ഐഡിയ ആയിരുന്നു. അതായത് നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഒരു 1000 കോടി കൊടുക്കുന്നു. അപ്പൊ ഈ 1000 കോടി കിട്ടിയ പാവപ്പെട്ടവർ ഇത് നാട്ടിൽ തന്നെ ചെലവഴിക്കുന്നു. അപ്പം വർഷം 15% GST തിരിച്ചു വരുന്നു. അങ്ങനെ 4 മാസം കൊണ്ടോ മറ്റോ പാവപ്പെട്ടവർക്ക് കൊടുത്ത 1000 കോടി തിരിച്ച് ഗവൺമെന്റിലേക്ക് വരുന്നു. ഇതിനെയാണ് സർക്കുലർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ശരിക്കും സർക്കുലർ എക്കണോമിക്സ് പറഞ്ഞാൽ എന്താ? മെറ്റീരിയൽ യൂസേജിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മളിപ്പോൾ സാധനം മാനുഫാക്ചർ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു, അതിന്റെ യൂസ് കഴിയുമ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. അതൊരു ഓപ്പൺ ലൂപ്പ്. അപ്പൊ പക്ഷെ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് ക്ലോസ്ഡ് ലൂപ്പ് ആക്കാൻ വേണ്ടി സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈഫ്, ഈ ലൈഫ് തീരുമ്പോഴും അതിന് വേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്തോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടോ പിന്നെയും തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെയാണ് സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അല്ലാണ്ട് പൈസ ഇട്ട് ഇങ്ങനെ കറക്കുന്നതിനല്ല സർക്കുലർ എക്കണോമി എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പൊ ചെറിയ വിഷയങ്ങളാണ്. പക്ഷെ വളരെ സീരിയസ് ആയിട്ടൊരു സംഗതി 2 ദിവസം മുമ്പ് മിസ്റ്റർ വി സതീശൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അതിഭീകരമായ റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്, നമ്മൾ അഡ്രസ് ചെയ്യണം. അത് ഇവരെന്തോ പരിശോധിക്കാൻ പോവാണ്. അതെന്തോ ഒരു പ്രോബ്ലമാറ്റിക് പ്രശ്നം പോലെയാണ് പറയുന്നത്. എന്താണ് ആക്ച്വലി റിവേഴ്സ് റെമിറ്റൻസ്? റിവേഴ്സ് റെമിറ്റൻസ് എന്നുള്ള കോൺസെപ്റ്റിന്റെ ശരിക്കും അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിന് പുറത്ത് ഇപ്പൊ UK ഒരു മലയാളി, ആ മലയാളിക്ക് ഒരു വീട് വാങ്ങണമെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ചിലപ്പോൾ ഡൗൺ പേയ്മെന്റിന് ആവശ്യമുള്ള പൈസ അങ്ങോട്ട് UK അയച്ചു കൊടുക്കും. അതിനെയാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടിലുള്ള ഒരു ആസാംകാരൻ അയാളുടെ നാട്ടിലേക്ക് പൈസ അയക്കുന്നത് ഇസ് ജസ്റ്റ് റെമിറ്റൻസ്. അതിന് റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഇസ് റോങ് യൂസേജ്. അതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇതൊരു വിഷയമാണെന്ന് പറയുന്നതിൽ ഒരു പ്രോബ്ലം. ഒരു വിഷയമാക്കുന്നത് ആരാന്നറിയോ? അതായത് ഇപ്പോ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉള്ള ഈ ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അവരുടെ മെയിൻ ഒരു വെപ്പണാണ് ഇമിഗ്രൻസ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നവര് മൊത്തം പൈസ കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഫാർ റൈറ്റ് കോൺസെപ്റ്റ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ കുറിച്ച് ശരിക്കും ഒപ്പീനിയൻ പറയേണ്ടതില്ല. കേരളത്തിലേക്ക് ഇത്രത്തോളം റെമിറ്റൻസ് കൊണ്ടുവരുന്ന പ്രവാസികളാണ് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയേണ്ടത്. അത്രേ ഉള്ളൂ. താങ്ക് യു.